പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രതിഷൻ
പഞ്ചായത്തിന്റെ ഓഫീസിൽ ആക്രമിച്ചൊരു പട്ടികളെ യൂത്ത് കോൺഗ്രസിൻ പട്ടികളെ İnkılap Zindabad! İnkılap Zindabad! Elliya Zindabad! Elliya Zindabad! Elliya Zindabad! ക്രൂരമായി മർദ്ദിച്ചു അധികാരത്തിൻ നിഴലാളികൾ കേരളമാകെ തെരുവീതികളിൽ തെമ്മാടിത്തം കാണിക്കുന്ന UDF ചട്ടകളെ നിങ്ങളായി പറയട്ടെ ആരായൊന്ന് പിറന്നെങ്കിൽ അന്നം തിന്നവരാണെങ്കിൽ നേരെ വന്നോളൂ ഇൻക്ലാബ് സിന്ദാബാദ് എൽഡിഎഫ് സിന്ദാബാദ് നമ്മൾ കണ്ടവരല്ലേ UDF തെമ്മാടികളെ നിങ്ങളായി പറയട്ടെ പട്ടികളെ അന്നം തിന്നവരാണെങ്കിൽ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ പേരാമ്പ്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ബഹുജനങ്ങളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിഷേധം ശക്തമാണ്. LDFൻ്റെ പ്രത്യേകിച്ച് DYFIയുടെ കരുത്തനായ പ്രവർത്തകനാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹത്തെ UDF പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതിലുള്ള പ്രതിഷേധമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇവിടെ നന്നായിട്ട് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്.
പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം കേന്ദ്രീകരിക്കുക. പോലീസാറ്, തഹസിൽദാർ ഒക്കെ ഇവിടെയുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. UDFൻ്റെ പ്രകടനം ഏതാനും സമയത്തിനകം പേരാമ്പ്ര പട്ടണത്തിലുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധ പ്രകടനം തന്നെയാണ് ഇപ്പോൾ പേരാമ്പ്ര പട്ടണം സാക്ഷിയാവുന്നത്. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രമോദിനെ ഇന്ന് UDF കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്ന ഒരു വിഷയത്തിലാണ് ശക്തമായ പ്രതിഷേധം ഇവിടെ ഉയർന്നിരിക്കുന്നത്. അങ്ങനെ മാറ്റിയോ? ഫോൺ എന്തോ തരാറാണ്. കയ്യും കെട്ടി നോക്കിയിരിക്കാം. ഞങ്ങൾ തയ്യാറല്ല. ഇല്ല, ഞങ്ങൾ തയ്യാറല്ല. 1 10 10 100 തിരിച്ചടിക്കാൻ കരുത്തു നേടിയ ഇടതുപക്ഷം പറയുന്നു പേരാമ്പ്രയുടെ ചുവന്ന മണ്ണിൽ UDF ഒരു മണ്ണാങ്കട്ട. UDF ഒരു മണ്ണാങ്കട്ട. ഇൻക്ലാബ് സിന്ദാബാദ്. പ്രജാപ്രകടനം സിന്ദാബാദ്. നിങ്ങളറിഞ്ഞോ നാട്ടാരെ പേരാമ്പ്രയുടെ അമരക്കാരൻ VK പ്രമോദിനെ UDF ക്രിമിനൽ സംഘം ക്രൂരമായി മർദ്ദിച്ചു. അധികാരത്തിന്റെ ഇടനാഴികളിൽ കേരളമാകെ തെരുവീതികളിൽ UDF പറയട്ടെ, പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കാം. ഞങ്ങൾ തയ്യാറല്ല. ആരിത് പറയുന്നറിയാമോ? നാടിനു വേണ്ടി പോരാടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനവും. പ്രിയപ്പെട്ട സഖാക്കളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തുവാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും തന്നെ പൂർണ്ണമായും അറിയാവുന്നതാണ്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടത്തുന്ന നമ്മുടെ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഇന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് ക്രിമിനൽ സംഘം, കോൺഗ്രസിന്റെ ക്രിമിനൽ സംഘം അതിക്രമിച്ചിരിക്കുകയാണ്. ക്രൂരമായി മർദ്ദിച്ച ആ നടപടിയിൽ നമ്മൾ എല്ലാവരും തന്നെ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നു എന്നതിനെ സംബന്ധിച്ചിടത്തോളം നാം വിലയിരുത്തുകയാണെങ്കിൽ ഈ ഭരണം നഷ്ടപ്പെട്ട കോൺഗ്രസ് ഇനി അങ്ങോട്ട് ഒരു കാരണവശാലും ഭരണത്തിൽ തിരിച്ചെത്തുവാൻ
സാധ്യമല്ലാത്ത സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ പേരാമ്പ്രയിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കുവാൻ എന്താണ് മാർഗം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ നടപടിയുമായി കോൺഗ്രസും UDF-ഉം മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ നടപടി ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല. കാരണം ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പേരാമ്പ്രയുടെ ജനനായകൻ, ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുന്ന പ്രമോദനെ കയ്യേറ്റം ചെയ്ത നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ കുഞ്ഞമ്മദ് വാൾ സംസാരിക്കുന്നതിനായി മാറ്റി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, പേരാമ്പ്രയിൽ നടക്കാൻ പാടില്ലാത്ത സംഭവമാണ്. ഇന്ന് രാവിലെ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നടക്കും. നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ്, അദ്ദേഹം കഴിഞ്ഞ 4.5 വർഷക്കാലമായി പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാർ എല്ലാ ദിവസവും പഞ്ചായത്ത് ഓഫീസിൽ വരേണ്ട തിരക്ക് പിടിച്ച ഭരണ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ അങ്ങോളം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സഖാവ് പ്രമോദും ഇന്ന് രാവിലെ പഞ്ചായത്ത് ഓഫീസിൽ വന്നത്. ആ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് സഖാവ് പ്രമോദിനെ കോൺഗ്രസിന്റെ റൌഡികൾ കയ്യേറ്റം ചെയ്തു എന്ന് മാത്രമല്ല, പുറത്തിറങ്ങി പ്രമോദിനെ വല്ലാതെ അസത്യം പറയുന്നത് നിങ്ങളുടെ പലരെയും വാട്സപ്പിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇത് പേരാമ്പ്രയിലെ കോൺഗ്രസിന്റെ സ്വഭാവം മാത്രമല്ല. കേരളത്തിലെ അസംബ്ലി ഇന്നലെ അവസാനിച്ചു. കേരള അസംബ്ലിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ 3 MLA-മാർ ആഞ്ഞെടുത്തു. മന്ത്രിമാരും വാച്ചാൻപാടും തടഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ കയ്യേറ്റം നടക്കാതിരുന്നത്. അതിനാണ് 3 MLA-മാരെ, പ്രതിപക്ഷ MLA-മാരെ സസ്പെൻഡ് ചെയ്തത്. അത് തടഞ്ഞതിനാണ് വാച്ചാൻപാടുപെട്ട വനിതാ വാച്ചാൻപാടുമാരെ ആക്രമിക്കുന്നത്. ഇതൊരു വ്യാപകമായിട്ടുള്ളൊരവസ്ഥയാണ്. അത് പത്രങ്ങളിലെല്ലാം വന്നു. അതുപോലെ പിന്നെ കേരളത്തിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പഴയതിനേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അക്കാര്യത്തെക്കുറിച്ചെല്ലാം നമുക്ക് പിന്നീട് ഒരു പറയാം. എന്നാൽ പ്രമോദിനെ കയ്യേറ്റം ചെയ്തതിനെക്കുറിച്ച് പറയാനുള്ളത്, പേരാമ്പ്ര എന്താണ് നിങ്ങൾക്കറിയാം. കോൺഗ്രസിനേക്കാളും വലിയ കുറവമ്പന്മാരായിരുന്നു മുസ്ലിം ലീഗ്. സ്ഥിരം റൌഡികളായിരുന്നു. പേരാമ്പ്രയിലെ ഇടതുപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കാത്തൊരു കാലമുണ്ടായിരുന്നു. അത് അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്ന് പേരാമ്പ്രയിലെ ലീഗുകാർക്കറിയാം. അത് വർഷങ്ങളേറെയായി. എനിക്ക് തോന്നുന്നത് 1992-ലാണെന്നാണ് തോന്നുന്നത്. 33 വർഷക്കാലമായി. അതിന് ലീഗുകാർക്ക് തോന്നിയിട്ടില്ലല്ലോ. ഇന്നും ലീഗുകാർക്ക് തോന്നിയിട്ടില്ല. കാരണം ലീഗുകാർക്ക് അനുഭവമുണ്ട്, കോൺഗ്രസുകാർക്ക് തോന്നിയിട്ടുണ്ട്. ഈ കയ്യേറ്റം ചെയ്യുക മാത്രമല്ല, കള്ളക്കേസ് ഉണ്ടാക്കാൻ വേണ്ടി ആശുപത്രിയിൽ പോയി കിടക്കുന്നുണ്ടവർ. അവരോടും പറയാനുള്ളത്, അടി കിട്ടാതെ, മർദ്ദനമേൽക്കാതെ ഇടതുപക്ഷ രാജ്യത്തുണ്ണി പ്രവർത്തകന്മാരുടെ പേരിൽ കേസുണ്ടാക്കാൻ വേണ്ടി ആശുപത്രിയിൽ പോയി കിടന്ന ആളുകൾ ഓർക്കേണ്ട കാര്യം, യഥാർത്ഥ മർദ്ദനമേറ്റ് നിങ്ങൾ പോയി കിടക്കേണ്ടി വരും. ആരൊക്കെയാണെന്നുള്ള അറിയാം. ഓടി വരാൻ, അടി കിട്ടിയാൽ ഓടി വരാൻ ആളില്ലാത്ത ചില സ്ഥലങ്ങളിലാണ് നിങ്ങൾ വീട് എന്നുള്ള കാര്യങ്ങൾ ഓർക്കണം. നിങ്ങൾ വരാൻ പറയാറിയാലോ. ഇത് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. നമ്മൾ ഈ പ്രതിഷേധം രേഖപ്പെടുത്തി നാളെയും മറ്റന്നാളും നമ്മുടെ കാലാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനേക്കാൾ വലിയ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകന്മാർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നാട്ടിൽ സമാധാനം നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ആ ബാധ്യത ഏറ്റവും അകന്നു നിൽക്കുന്ന അനുഭവിക്ക് പോലും. അതുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞ് നിങ്ങളെല്ലാവരും സമാധാനപരമായി പേരാമ്പ്ര ടൗണിൽ നിന്ന് പിരിഞ്ഞു പോകണം. കാരണം പുതിയൊന്നും തുറന്നില്ലല്ലോ, ഇന്നിവിടെ നിൽക്കേണ്ടതില്ലല്ലോ. മറ്റൊരു അനിഷ്ട സംഭവവും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് ഒരു ചെറിയ മുടികെട്ട് ഇങ്ങനെ 100 കണക്കിന് സന്നദ്ധ പ്രവർത്തകന്മാരുടെ പക്ഷേ യൂണിയൻ പ്രവർത്തകന്മാർ ഈ പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഓടിയെത്തിയിട്ടുണ്ട്. ആ ഓടിയെത്തിയ നിങ്ങളെ മുഴുവൻ ആളുകളെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട്
ഈ പ്രതിഷേധ പരിപാടി അവസാനിച്ച് അറിയിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സമാധാനപരമായി നാട്ടിലേക്ക് തിരിഞ്ഞു പോകുന്നു. ഉദ്ഘാടനത്തിന് പോകണം. രാഹുല യെസ് ബൈറ്റ് വേണം. LDF കൺവെന്റ് അവലംബിക്കുന്നതും അങ്ങോട്ട് ബൈറ്റ് എടുക്കണം. നിങ്ങളൊരു ബൈറ്റ് റെഡിയല്ലേ? റെഡിയല്ലേ? ജനമധ്യത്തിലെ അത് നോക്കണം. LDFിൻ്റെ വികസന ജാഥയ്ക്ക് നാളെ തുടങ്ങുന്നവർക്കാണ് പേരാമ്പ്ര പഞ്ചായത്തിൽ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് മർദ്ദിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ഇതിനൊക്കെ? പേരാമ്പ്രയിൽ കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും ജനാധിപത്യം ഒഴിവാക്കിക്കൊണ്ട് എല്ലാ തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങളെ പാടവെച്ച് ഇല്ലാതാക്കുകയാണ്. അവരെ സംബന്ധിച്ച് പേരാമ്പ്ര പഞ്ചായത്തിൽ വികസനം നടക്കാൻ പാടില്ല. നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ അവർ എതിർക്കുകയാണ്. ഇന്ന് കാലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദിനെ തടഞ്ഞു വെച്ച് ചീത്ത വിളിച്ച് കയ്യേറ്റം ചെയ്തു. പ്രമോദിൻ്റെ ആഫീസിലേക്കാണ് ഇയാൾ വരുന്നത്. ഇയാൾ ആഫീസിലേക്ക് പ്രമോദ് പോയതല്ല. അപ്പോൾ അവിടെ ലൈഫ് പദ്ധതിയുടെ ഒരു കരാർ ഒപ്പുവെക്കുന്നുണ്ട്. പഞ്ചായത്ത് ഓഫീസിന് മുകളിൽ 200ഓളം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു കൺവെൻഷനുണ്ട്. ഇതെല്ലാം ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് ഇയാൾ പ്രമോദിനെ കയ്യേറ്റം ചെയ്യുന്നത്. കേരളത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ പറ്റി നിങ്ങൾക്കറിയാം. പഞ്ചായത്ത് ശക്തമാണ്. നാനാവിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയാണ്. അതുപോലെ തന്നെയാണ് പേരാമ്പ്രയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജില്ലയ്ക്ക് തന്നെ മാതൃകയാണ്. ആരോഗ്യ മേഖലയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ സ്റ്റേറ്റിൽ മാതൃകയാണ്. നിരവധി പുരസ്കാരങ്ങൾ പഞ്ചായത്തിൽ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒരു കാരണവും കൂടാതെ പൊളിറ്റിക്കൽ ഉദ്ദേശത്തോടുകൂടി കയ്യേറ്റം ചെയ്യുന്നത് അപലപനീയമാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകർ അംഗീകരിക്കാൻ പോകുന്നില്ല. പോലീസ് എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിച്ച് കേസെടുത്ത് മാതൃകാപരമായ നിലപാട് സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം നിരവധി പോരാട്ടങ്ങൾക്കും ഓർമ്മടികൾക്കും ഇവിടെയും എത്തിച്ചേരും. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇടതുപക്ഷ ജനാധിപത്യം ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണം എന്നാണ്. പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രമോദ് വ്യക്തമായി പരാതി പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ CCTV നോക്കിയാൽ കാണാൻ പറ്റും. ജീവനക്കാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ അറിയാത്ത പ്രതിയല്ല, ഇവിടെ രാഷ്ട്രീയ വാർത്ത നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ പ്രശ്നത്തിന് ഒരു അവസാനം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി. പറഞ്ഞതുപോലെ പേരാമ്പ്ര പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രസിഡന്റിനെയും പഞ്ചായത്ത് ഭരണസമിതിയെയും അതിൽ അസൂയ പൂണ്ടുകൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായത്, അക്രമമുണ്ടായത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പേരാമ്പ്ര പഞ്ചായത്തിൻ്റെ
വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ്. ആ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൽ അസൂയാലുക്കളായിട്ടുള്ള UDFന്റെ ആളുകൾ ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ അതിക്രമിച്ച് കയറി അക്രമം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതുപോലെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ അധിക്ഷേപിക്കുക, അയാളെ ആക്രമിക്കുക എന്ന് പറയുന്ന രീതി ജനാധിപത്യത്തിന് ഗുണകരമായ രീതിയല്ല. അതുകൊണ്ട് ഈ സംഭവത്തിൽ പ്രതികളായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പേരിൽ മാതൃകാപരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഈ സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തും. പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഇടതുപക്ഷം ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ തന്നെ വികസന നേട്ടങ്ങളുമായി, വികസന കാര്യങ്ങളുമായി ഇടതുപക്ഷ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. വികസന സദസ്സിലൂടെയും അതേപോലെ തന്നെ വികസന ജാഥകളിലൂടെയും ധൈര്യപൂർവ്വം ജനസമക്ഷത്തിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് പേരാമ്പ്രയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, നമുക്കറിയാം കേരളത്തിലെ തന്നെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ UDF പ്രവർത്തകർ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇടതുപക്ഷത്തോടൊപ്പം RJD എന്നുള്ള രീതിയിൽ എല്ലാവിധ പ്രതിഷേധ പരിപാടികളിലും ഒപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറയുകയാണ്. പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിനെ കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് കയറി മർദ്ദിച്ചിരിക്കുകയാണ്. നാളെ LDFന്റെ വികസന ജാഥ നടക്കാൻ പോവുകയാണ് പേരാമ്പ്രയിൽ. അതായത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയ, കേരളത്തിൽ മാതൃകാ പ്രവർത്തനം നടത്തിയ ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വികസന പ്രവർത്തനമായിട്ട് മുന്നിട്ടിറങ്ങുമ്പോൾ ഇന്നാണ് അദ്ദേഹത്തെ ആക്രമിച്ചിരിക്കുന്നത്. എന്താണ് അങ്ങേക്ക് പറയുന്നത്? ഇത് പ്രത്യേക അത്ഭുതം തോന്നിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് തന്നെ പേ ഇളകിയ മാതിരിയാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചത്. അതേ പ്രക്രിയ എല്ലാ സ്ഥലത്തും UDFും മുസ്ലിം ലീഗും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കേരളവും നമ്മുടെ രാജ്യവും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വികസന പ്രവർത്തനവും, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളും അവരുടെ ക്ഷേമവുമാണെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾക്കിനി അധികാരത്തിൽ വരാൻ കഴിയില്ലെന്ന ധാരണയുടെ പുറത്തുള്ള ഹാലിളക്കമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്നലെ പേരാമ്പ്രയിൽ കണ്ടത്, ഇന്ന് കാലത്ത് പേരാമ്പ്രയിൽ കണ്ടത്. ഇത് പേരാമ്പ്രയിൽ മാത്രമല്ല, കേരളത്തിലുടനീളം ഇനി കാണാൻ പോകുന്നതും ഇതെല്ലാമാണ്. അപ്പം കഴിഞ്ഞ നിയമസഭയുടെ ചരിത്രത്തിലില്ലാത്ത അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് അത് ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ നിയമസഭ തുടങ്ങുന്നതിന് മുമ്പ് നിയമസഭ ബഹിഷ്കരിക്കുന്ന ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കാണണ്ടേ? ഓരോ കാര്യങ്ങളിലും അതാണ് ഇവിടെ പേരാമ്പ്രയിലും കണ്ടിട്ടുള്ളത്. നിങ്ങൾക്കില്ലാതാണ്, ഞങ്ങൾക്കില്ല, അത്രയൊന്നും വേണ്ട. പ്രതിഷേധിക്കുന്നില്ല. SK നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. SK പഞ്ചായത്ത് പ്രസിഡന്റിനെ പഞ്ചായത്ത് ഓഫീസിൽ കയറി അദ്ദേഹം ചീറ്റിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ആക്രമണം നടത്തുന്നത്. നാളെ പഞ്ചായത്തിൻ്റെ വികസന ജാഥകൾ നടക്കുകയാണ്. എല്ലാ വാർഡിലും വികസന പ്രവർത്തനത്തെക്കുറിച്ച് പ്രചരണം നടത്തുകയാണ്. അപ്പോൾ തലേദിവസം ആക്രമിച്ച് കീഴ്പ്പെടുത്താമോ, അങ്ങനെയൊക്കെ ധരിക്കുന്നുണ്ടോ? ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി പറ്റുന്നതല്ല ഇടതുപക്ഷ പ്രസ്ഥാനമെന്ന് ചരിത്രത്തിലുടനീളം തെളിയിക്കപ്പെട്ടുള്ള കാര്യം. പക്ഷെ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു പതിപ്പായി പേരാമ്പ്രയിലെ കോൺഗ്രസ് മാറുകയാണ്. കേരളത്തിൽ VD സതീശൻ നയിക്കുന്ന കോൺഗ്രസ് എന്തും ചെയ്യുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ആ എന്തും ചെയ്യുന്ന നിലയിലേക്ക് പേരാമ്പ്രയിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. പ്രത്യാഘാതം എന്ത് എന്ന് ആലോചിക്കാതെയാണ് പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ ഭാഗമായി UDFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അക്രമ പ്രവർത്തനങ്ങൾ പേരാമ്പ്രയിൽ വെച്ചു ഉറപ്പിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. പേരാമ്പ്രയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ പഞ്ചായത്ത് ഓഫീസിൽ കയറി ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പേരാമ്പ്രയുടെ ചരിത്രത്തിലില്ലാത്ത ഒരു സംഭവമാണ്. അത്തരത്തിലൊന്നും ഉണ്ടാകുമ്പോൾ പേരാമ്പ്രയുടെ യഥാർത്ഥത്തിലുള്ള പ്രതികരണം ഉണ്ടാകാത്തത് ഉയർന്ന രാഷ്ട്രീയ ബോധം പേരാമ്പ്രയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഉയർത്തി കാണിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതല്ലാതെ
കോൺഗ്രസ് എടുക്കുന്ന അതേ സമീപനത്തിന് അതേ നിലയിലുള്ള നിലപാട് സ്വീകരിച്ചാൽ നാടിൻ്റെ സമാധാന അന്തരീക്ഷം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ള നല്ല ബോധ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. ഞങ്ങൾക്ക് ജനങ്ങളുമായി പറയാൻ ഒരുപാട് കാര്യമുണ്ട്. അതുകൊണ്ടാണ് നാളെ ഈ പഞ്ചായത്തിലെ വികസന ജാഥ നടക്കുക. ആ വികസന ജാഥയിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം ജനങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ആ ഗവൺമെൻറ് നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പറയാനുണ്ട്. ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അതിൻ്റെ മുമ്പേയുള്ള 10 വർഷം മുമ്പേയുള്ള ഒരു കേരളത്തിലെ APCC പ്രസിഡന്റ് തന്നെ തീവട്ടിക്കൊള്ളയാണ്, കടുംപെട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞ ഒരു UDF കാലാണ്. ആ കാലത്തിൽ നിന്ന് കേരളത്തിനും പ്രത്യേകിച്ച് ഈ പേരാമ്പ്ര പ്രദേശത്തിനൊക്കെ ഉണ്ടായ മുന്നേറ്റത്തെക്കുറിച്ച് ജനങ്ങളുമായി സംവദിക്കാൻ വേണ്ടി കാൽനട പ്രചരണ ജാഥ നടക്കുന്നതിന് തൊട്ടു മുമ്പ് പഞ്ചായത്ത് ഓഫീസിൽ കയറി പഞ്ചായത്ത് പ്രസിഡന്റിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ആ പ്രതിഷേധം ഇന്ന് അതിശക്തമായി പേരാമ്പ്രയിലെ ജനതയാകെ രേഖപ്പെടുത്തി എന്നതിൻ്റെ തെളിവാണ് അനേകായിരങ്ങൾ പങ്കെടുക്കുന്ന നിലയിലുള്ള അതിശക്തമായ പ്രതിഷേധ പ്രകടനമെന്ന് പേരാമ്പ്രയിൽ നടന്നിട്ടുള്ളത്. ഏതായാലും ഇത്തരം നടപടികളെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ചെറുത്ത് തോൽപ്പിക്കും. ഒരു കാരണവശാലും പേരാമ്പ്രയുടെ സമാധാന അന്തരീക്ഷത്തിന് കോട്ടം തട്ടാത്ത രീതിയിൽ വളരെ കൃത്യതയാർന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കും. പക്ഷേ ഇത്തരം നിലപാടുകൾ തുടർന്നാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായി UDFിൻ്റെ കോൺഗ്രസിൻ്റെ നേതൃത്വം നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. KV ബാലൻ, പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ്. പേരാമ്പ്രയിൽ ഏതാണ്ട് 4.25 വർഷമായി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനവുമായി ജനഹൃദയങ്ങളിൽ ഏറെ സ്ഥാനം പിടിച്ച, അതിലൊന്നുകൂടെ പറഞ്ഞാൽ കേരളത്തിലെ മികച്ച പഞ്ചായത്തുകളായി പല അവാർഡുകളും നേടിയ ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ നയിക്കുന്ന ആളാണ് VK പ്രമോദ്. ആ ഭരണസമിതിയിൽ രാഷ്ട്രീയ പ്രതിപക്ഷ ഭരണപക്ഷമൊന്നുമില്ല. വളരെ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ്. ഇന്നിവിടെ ആവശ്യമില്ലാത്ത ഒരു ആവാസ സമരമാണ് കോൺഗ്രസ് നടത്തിയത്. ആ ഹർത്താലിൻ്റെ പേര് പറഞ്ഞ് ഇന്ന് കാലത്ത് ഒരു സർക്കാർ ഓഫീസിൽ കയറി ചെന്ന് ആ തെരഞ്ഞെടുക്കപ്പെട്ട പേരാമ്പ്ര പഞ്ചായത്തിൻ്റെ പ്രഥമ പൗരൻ എന്ന് പറയുന്ന VK പ്രമോദിനെ വളരെ മോശമായ രീതിയിൽ അസഭ്യം പറയുകയും ഷർട്ടിന് കയറി പിടിച്ച് ക്രൂരമായി മർദ്ദിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്ത ധിക്കാരപരമായ ഒരു സമീപനമുണ്ടായതിൽ അത് പേരാമ്പ്രയിലെ പൊതുസമൂഹം ശക്തമായി പ്രതിഷേധിക്കുകയാണ്. RJD പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അതിശക്തമായ പ്രതിഷേധമറിയിക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങളുണ്ടാക്കി നാട്ടിൽ ക്രമസമാധാന നില തകർത്തുകൊണ്ട് അത് വോട്ടാക്കി മാറ്റാനും അത് രാഷ്ട്രീയ പ്രവർത്തനമാക്കി മാറ്റാനുമുള്ള ഒരു രീതിയിലേക്ക് കോൺഗ്രസിന്റെ ഗൂഢമായ നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള അക്രമ പരിപാടി നടന്നത്. സമരത്തിനും ഹർത്താലിനും ഞങ്ങളെതിരല്ല. അതിന്റെ പേരിൽ നടക്കുന്ന, അതിന്റെ മറവിൽ നടക്കുന്ന ഈ അക്രമത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്.